വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോങ്ങും ആക്സിങ്ങും സെൽഫി എടുക്കുന്ന സീനിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പം നമുക്കിനി ഈ കഥ കേട്ടാലോ? ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് സോങ് ഹാങ്സിങ്ങിനെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കും. അവളാണെങ്കിൽ ആകെ പേടിച്ചു പോവും. അവൻ അവളോട് പറയും, 10 മണിയായല്ലോ, ഇപ്പോഴും നീ ഇവിടെ ഈ റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താന്ന്. അപ്പോൾ ഇവളാകെ അമ്പരന്നിട്ട് ചോദിക്കും, ഞാൻ റെഡി ആവുന്നത് വരെ നീ കാത്തിരിക്കാന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ ഇപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അവൾ പേടിച്ചത് കണ്ടപ്പോൾ സോങ് എന്ത് പറയും, ശരി നീ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ, ആ ഫോട്ടോ എനിക്ക് അയക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് സോങ് ഹാങ്സിങ്ങിനെ ആ റൂമിൽ നിന്നും വിടും. റൂമിൽ നിന്ന് പുറത്ത് പോകുന്ന വഴി ഹേച്ചൻ അവളെയും കാത്ത് അവിടെ പുറത്ത് വീൽ ചെയറിൽ ഇരിപ്പുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് അമ്മ അടിച്ചതെന്ന് പറഞ്ഞ മുഖത്തൊരു പാടുണ്ടാക്കിയിരുന്നല്ലോ മേക്കപ്പ് ഇട്ടിട്ട്. അതിൽ പുരട്ടാനുള്ള ഓയിൻമെൻറ്റും കൊണ്ടാണ് ഹേച്ചൻ ഇരിക്കുന്നത്. ആ ഓയിൻമെൻറ്റ് അവൻ അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ അവനോട് നന്ദി പറയും. എന്നിട്ട് അവൾ അവിടുന്ന് അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ ഹേച്ചൻ ഇങ്ങനെ അവളെ നോക്കിയിരിക്കും. തിരിച്ച് റൂമിലെത്തിയിട്ട് അവരെടുത്ത ആ ഫോട്ടോ അങ്ങനെ സൂം ചെയ്ത് അതിൻ്റെ ലോക്കറിനെ കുറിച്ച് നോക്കും. ആ ലോക്കറിലൊരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോണിലേക്കാണ് എത്തുക. അത് 1 മിനിറ്റേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ പാസ്വേഡ് എടുക്കണം എന്ന് വിചാരിച്ച് അവൾ വീണ്ടും സോങ്ങിൻ്റെ റൂമിലേക്ക് പോകും. സോങ് ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അവളെ ഫോൺ അവിടെയൊക്കെ തപ്പുമെങ്കിലും അവിടെ ഒന്നും കാണില്ല. കുറച്ച് കഴിഞ്ഞ് കട്ടിൻ്റെ മുകളിൽ അവൻ്റെ കോട്ട് കിടപ്പുണ്ടാവും. ആ കോട്ടിൻ്റെ ഉള്ളിൽ നിന്നും അവൾ ആ ഫോൺ എടുക്കും. ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് അതിലത്തെ പാസ്വേഡ് ലോക്കറിൽ അടിച്ചിട്ട് അവൾ ഉദ്ദേശിച്ച ഫയൽ അവിടെ ഉണ്ടോയെന്ന് നോക്കും. അവൾ നോക്കുമ്പോൾ അവിടെ ആ ഫയലൊന്നും കാണില്ല. പക്ഷെ പകരം ബോക്സിൽ ഒരു കീ ഉണ്ടായിരിക്കും. ആ കീ എന്തിൻ്റെയാണെന്നിങ്ങനെ അവൾ ചിന്തിക്കും. എന്നിട്ട് തിരിച്ച് ആ കീ ലോക്കറിൽ തന്നെ വെച്ച് അവൾ ആ ലോക്കർ അങ്ങ് അടയ്ക്കും. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഫോൺ തിരിച്ച് ആ കോട്ടിൽ വെച്ച് റൂമിൻ്റെ പുറത്തേക്ക് പോവും. ആ ട്രാൻസ്ഫർ റെക്കോർഡ്, ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ റെക്കോർഡ്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അപ്പോൾ അത് എവിടെയായിരിക്കും അവളിങ്ങനെ ചിന്തിക്കും. ഇനിയിപ്പോൾ അത് അവൻ്റെ ഓഫീസിലായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അവൾ പുറത്തിറങ്ങുമ്പോഴേക്കും സോങ് കൂളി കഴിഞ്ഞ് വരുന്ന ആ കോട്ടിൽ നിന്ന് അവൻ്റെ ഫോൺ എടുത്തിട്ട് ആർക്കോ വിളിച്ച് സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് അവൻ്റെ ഓഫീസിലുള്ള ആരോടോ ആണ്. ഏതോ 2 ആൾക്കാർ ഒന്നിച്ച് എപ്പോഴും ഉണ്ട് എന്നുള്ളതിനെ ചൊല്ലിയാണ് അവരുടെ സംസാരം. പിറ്റേ ദിവസം സോങ്ങും ഹാങ്സിങ്ങും ഒന്നിച്ചാണ് ഓഫീസിൽ പോകുന്നത്. സോങ്ങിന് ഹാങ്സിങ് അവളുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവൾ എങ്ങനെയെങ്കിലും അവൻ്റെ ഓഫീസ് റൂമിൽ കയറാനാണ് നോക്കുന്നത്. അവൾ അവൻ്റെ ഓഫീസ് റൂമിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരു ലോക്കർ ഉണ്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ അതിൻ്റെ കീ ആയിരിക്കുമോ ഞാൻ ഇന്നലെ വീട്ടിലുള്ള ലോക്കറിൽ കണ്ടതെന്ന് അവൾ ചിന്തിക്കും. സോങ് അപ്പോഴേക്കും പിന്നീന്ന് വന്നിട്ട് ഹാങ്സിങ്ങിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കും. ഇതെല്ലാം കണ്ട് ഹേച്ചൻ പുറത്തിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഹേച്ചനും ഹാങ്സിങ്ങും കൂടിയിട്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു ലോക്കറിനെ കുറിച്ചും ആ കീനെ കുറിച്ചുമായിരിക്കും. അപ്പോൾ ഇവൻ പറയുന്നത് ഒന്നും ഇവൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഹാങ്സിങ്ങിനെ വിളിച്ചുണർത്തുന്ന പോലെ അവൻ അവളെ ഒന്ന് വിളിച്ചു നോക്കും. അവർ ആർട്ട് ഗാലറിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഹാങ്സിങ്ങിൻ്റെ മനസ്സ് ഇവിടെ നിന്നല്ല. അവളുടെ മനസ്സിപ്പോഴും ആ ലോക്കറിലും കീഴിലും തന്നെ നിൽപ്പാണ്. നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഹേച്ചനെ തിരയാണോ, അതോ നീ എൻ്റെ അങ്കിളിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ, അതോ ഇനി ഞാൻ തന്നെയാണോ ഹേച്ചൻ എന്ന് അന്വേഷിക്കുകയാണോ നീ എന്ന് ഹേച്ചൻ ഹാങ്സിങ്ങിനോട് ചോദിക്കുമ്പോൾ അവൾ ചൂടായിട്ട് പറയും, ഇല്ല, നീ ഒരിക്കലും ഹേച്ചൻ ആകില്ല, നീ അവനിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് പറയുമ്പോൾ ഹേച്ചൻ ഇങ്ങനെ അവളെ നോക്കി അവിടെ നിൽക്കും. എന്നിട്ട് ഹാങ്സിങ് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്ന വഴി അവൾ സോങ് ആരെയോ ചീത്ത പറയുന്നത് കണ്ടിട്ട് ഓടി അവരുടെ അടുത്ത് ചെന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കും. അവളും ആ ലേഡിയും ഒന്നിച്ച് പഠിച്ചതാണ്. അവർ 2 പേരും കൂടിയിട്ട് എന്നിട്ടൊരു ഹോട്ടലിൽ പോയിട്ട് വൈൻ അങ്ങനെ കുടിച്ചിരിക്കുകയാണ്. വൈൻ കുടിച്ചിരിക്കുമ്പോൾ ഹാങ്സിങ് അവളോട് ചോദിക്കും, വലുതാകുമ്പോൾ നിനക്കൊരു ഹോട്ടൽ ഓണർ ആവണമെന്നല്ലേ പറഞ്ഞിരുന്നത്, എന്നിട്ട് നീ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുകയാണല്ലോ എന്നൊക്കെ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ അവൾ പറയും, സ്വപ്നങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുന്നതല്ലേ, പക്ഷെ വലുതാവുമ്പോൾ അതൊന്നും നടന്നോളണമെന്നില്ലല്ലോ.
എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പോൾ ഹാങ്സിങ് പറയും, നീ ഹേഷ്യ ഗ്രൂപ്പിൻ്റെ ടോപ്പ് ലോയർ അല്ലേ ഇപ്പോൾ, അതിൽ പിന്നെന്താ വിഷമിക്കാനുള്ളത് എന്ന്. അപ്പോൾ ആ ലേഡി പറയും, നീയല്ലേ അതിലും ഭാഗ്യവതി, നിൻ്റെ കല്യാണം ഉറപ്പിച്ചു, ഹേഷ്യ ഗ്രൂപ്പുമായി ബന്ധമുണ്ടായി, നീ ഉടനെ തന്നെ മെസ്സി സോങ്ങും ആവും എന്ന്. അപ്പോൾ പിന്നെ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ലേഡി അവളുടെ ഹേച്ചനുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിനെ കുറിച്ച് വീണ്ടും അവളോട് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞങ്ങൾ തമ്മിൽ ഒരു വർക്ക് കൊളീഗ്സ് മാത്രമാണ്, ഞങ്ങൾ ഒന്നിച്ചൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, സോങ്ങിനും ഇതറിയാമെന്ന് പറയും. അപ്പോൾ ആ ലേഡി അവരോട് പറയും, എന്തൊക്കെയോ ഹേച്ചനിൽ വ്യത്യാസമുണ്ടെന്ന് ജോലി സ്ഥലത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഹാങ്സിങ് പറയും, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഡ്രിങ്കിങ് ഒക്കെ കഴിഞ്ഞ് ഹാങ്സിങ് തിരിച്ച് വീട്ടിൽ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ എത്തുക. ഷൂസൊക്കെ ഊരി കയ്യെ പിടിച്ച് നേരെ പോയിട്ട് അവൾ കീബോർഡ് വായിക്കാനിരിക്കും. അവിടെ കീബോർഡ് വായിക്കാനിരിക്കുകയല്ല, നിന്നുകൊണ്ട് കീബോർഡിൽ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കീബോർഡിൽ കിടക്കും. അതാണ് അവളുടെ മദ്യപിച്ചാലുള്ള അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ അവൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങും കേട്ടോ. ഇതൊക്കെ കണ്ട് ഹേച്ചൻ അങ്ങോട്ട് വരും. ഹേച്ചൻ വന്നിട്ട് കീബോർഡ് വായിക്കും. കീബോർഡ് വായിക്കുമ്പോൾ ഹാങ്സിങ് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് അവൾ പറയും, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അവൾ കരഞ്ഞിട്ടാട്ടോ പറയുന്നത്. അതിൽ നീ പറയാണ്, നീ എന്നെ സ്നേഹിക്കുന്നില്ല, ഇനി ഒരിക്കലും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കരയാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ ഹേച്ചൻ അങ്ങനെ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവൾ എണീച്ചിട്ട് ചോദിക്കും, നിനക്കെന്നെ ഇഷ്ടമല്ലേ, നിനക്ക് എന്താണ് എന്നെ കിസ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹേച്ചൻ അവിടുന്ന് ഇന്നും മാറിപ്പോവാണ്. അപ്പം മാറിപ്പോകും തോറും ഇവൾ കരഞ്ഞ് വീണ്ടും ചോദിക്കും, നിനക്കെന്നെ ഇഷ്ടമല്ലേ, നീ എന്നെ എന്താ കിസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇവൻ വീൽ ചെയറിൽ നിന്ന് ഓടി വന്ന് ഇവളെ കിസ് ചെയ്യും. പിന്നെ അങ്ങോട്ടൊരു പാഷനേറ്റ് ആയിട്ടുള്ള കിസ്സിങ് സീനാണ്. കിസ്സിങ് കഴിഞ്ഞ് അവൻ നേരെ അവൾ റൂമിൽ കൊണ്ട് കിടത്തുന്ന സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? ഹേച്ചനാണോ ഹേക്കാനാണോ അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.